ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഹമാസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹൂതീസിന്റെ സപ്പോർട്ട് കൊണ്ടാണെന്ന്. പക്ഷെ എന്താണ് ഹമാസ്, എന്താണ് ഹൂതീസ് എന്ന് പലർക്കും അറിയില്ല. എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികളാണ് ഹെസ്ബുള്ള, ഹൂതീസ്, ഹമാസ് എന്ന് പറയുന്നത്. ഹെസ്ബുള്ള എന്ന് പറയുന്നത് ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഷിയ മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 1982 ഇത് രൂപീകരിച്ചത്. അതായത് ഇസ്രായേൽ ലെബനൻ ആക്രമണത്തെ തുടർന്നാണ് അവർ 1982 ഹെസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി രൂപീകരിച്ചത്. ഇനി ഹൂതീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഹെസ്ബുള്ള പറഞ്ഞതുപോലെ തന്നെ ഒരു ഷിയ മുസ്ലിം ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷേ ഇവരുടെ പ്രവർത്തനം യമൻ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. പിന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യമനിലെ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ 2014-2015 യമൻ യുദ്ധം ഉണ്ടായപ്പോഴത്തേക്ക് രൂപീകരിച്ച സൗദി ലെഡ് കൊളിഷിക്ക് എതിരെയുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൂതീസ് രൂപീകരിച്ചത് 1990-ലാണ്. എന്നാൽ ഹമാസ് എന്ന് പറയുന്നത് ഹൂതീസിനെയോ ഹെസ്ബുള്ളയോ പോലെയല്ല. ഇതൊരു സുന്നി ഇസ്ലാമിക് ഗ്രൂപ്പാണ്. പലസ്തീന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഇനി മുസ്ലിം ബ്രദർഹുഡ് എന്ന സുന്നി ഇസ്ലാമിക് മൂവ്മെന്റിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത്. 1987-ലാണ് ഹമാസ് സ്ഥാപിതമായത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഇറാന്റെയും ഹമാസിന്റെയും ഇസ്ലാമിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ കോൺസെപ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു രാജ്യവും, എന്നാൽ ഹമാസ് എന്ന് പറയുന്നത് ഒരു സുന്നി കോൺസെപ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പുമാണ്. ബട്ട് എന്നിട്ട് പോലും ഇവർ രണ്ടുപേരും, അതായത് ഇറാൻ എന്തുകൊണ്ടാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹമാസ് എന്തുകൊണ്ടാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇസ്രായേൽ. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ഹമാസിന്റെ എതിർപ്പും അതുപോലെ തന്നെ ഇറാന്റെ എതിർപ്പുമാണ് ഈ രണ്ടു പേരെയും ഒന്നിച്ചു നിർത്തുന്നത്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നോ ഇന്നലെയോ സ്റ്റാർട്ട് ചെയ്ത ഒന്നല്ല ഈ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത് പുരാതന കാലം മുതലേ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതായത് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ പലരുടെയും മനസ്സിൽ പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതെന്താണെന്ന് കമന്റ് ചെയ്യും.